നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ, അതായത് ഓട്ടോമാറ്റിക് വാഹനം അല്ലെങ്കിൽ ഒരു AMT വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സഡനായിട്ടൊരു ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് അത് വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ക്ലച്ചിന് പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണോ? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് അനൂപ് മനോഹരാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, AMT വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ സഡനായി ആക്സലറേഷൻ കൊടുത്ത് കയറി പോകുന്നത് കൊണ്ട് വണ്ടിക്ക് കുഴപ്പമുണ്ടോ? ഒരു പ്രമുഖ യൂട്യൂബർ മലയാളം അങ്ങനെ ഒരു വ്ളോഗ് ചെയ്ത് കണ്ടു. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ AMT ഓടിക്കുന്നവർക്ക് ഒട്ടും കംഫോർട്ടബിളായി ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. 100% ഇത് തെറ്റായൊരു ധാരണയാണ്. അത് പ്രമുഖ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരാന്ന് പറഞ്ഞിട്ടില്ല. എനിവേ, ആരാണെങ്കിലും അത് വ്യക്തമാക്കണം. വേറൊന്നും കൊണ്ടല്ല, മനുഷ്യനാണ്, തെറ്റുകളൊക്കെ പറ്റാം, അതിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് AMT വാഹനം ഓടിക്കുന്ന വ്യക്തിയാണെങ്കിലും ഏജിയസ് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് സഡനായിട്ട് ആക്സലറേഷൻ കൊടുക്കാം. ഒരു കുഴപ്പം അവിടെ സംഭവിക്കാനില്ല. പിന്നെ സഡനായിട്ട് ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു കിക്ക് മോഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വാഹനങ്ങളിൽ AMT അല്ലെങ്കിൽ ഏജിയസ് വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 4th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് സഡനായിട്ട് ഒരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഡനായിട്ട് ആക്സിലറേറ്റർ ഫുള്ളൊന്ന് ചവിട്ടി നോക്കുക. അതായത് ഒറ്റ കിക്ക്, അതുപോലെ ഒറ്റ ചവിട്ട്. അങ്ങനെ ഒറ്റ ചവിട്ട് നമ്മൾ ചവിട്ടുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സഡനായിട്ട് നമ്മുടെ വാഹനത്തിന് ഗിയർ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഒരു 4th നമ്മൾ പോകുന്നതെങ്കിൽ സഡനായിട്ട് 2nd ഷിഫ്റ്റായി വാഹനം പെട്ടെന്നൊരു ഇനിഷ്യൽ സ്പീഡ് കയറി വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറാൻ സാധിക്കും. അതുകൊണ്ട് വേറെ ഒരു കംപ്ലയിൻറ്റും വരാനില്ല. കാരണം ഇങ്ങനൊരു ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നതാണ്. എന്തുകൊണ്ട് ഞാനിത് എടുത്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ട്രെയിനിങ്ങിന് പോയിട്ടുള്ളതാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞാൻ മാരുതിയിലാണ് AMTയുടെ വാഹനത്തിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്മാൻഡലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട് ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ കാര്യം. ഇതിനകത്ത് നോർമൽ ക്ലച്ച് തന്നെയാണ് വരുന്നത്. അതായത് സാധാരണ ഒരു മാനുവൽ വാഹനത്തിനകത്ത് വരുന്ന അതേ ക്ലച്ച് തന്നെയാണ് വരുന്നത്. വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്ലച്ചിൻ്റെ എൻഗേജിങ്ങും ഡിസെൻഗേജിങ്ങിനൊക്കെ വേണ്ടി മാത്രം അതിനൊരു സെപ്പറേറ്റ് യൂണിറ്റ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇതിനകത്ത് നടക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ സിമിലറാണ്. നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ട സാഹചര്യം എപ്പോഴാണോ ഉണ്ടാകുന്നത്, അത് വാഹനത്തിൻ്റെ ECM സെൻസ് ചെയ്ത് TCM എന്ന് പറയുന്ന മൊഡ്യൂളിലോട്ട് കൊടുത്ത് ട്രാൻസ്മിഷൻ കൺട്രോളിലാണ് അത് സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മാനുവൽ വാഹനം കഴിഞ്ഞും ഈ പറയുന്ന AMT വാഹനങ്ങൾ കുറച്ചുകൂടെ നല്ല പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ക്ലച്ച് ലൈഫ് കമ്പാരിറ്റീവ്ലി ഒരു മാനുവൽ വാഹനത്തിന് കഴിഞ്ഞ് കൂടുതൽ നമുക്കൊരു AMT വാഹനത്തിന് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, അതായത് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഓടിച്ചാലും കുഴപ്പമില്ല. പിന്നെ എപ്പോഴാണ് ഒരു AMT വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് ഹൈ റേഞ്ചൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആക്സിലറേറ്റർ കൊടുത്ത്, അതായത് വാഹനത്തിൻ്റെ ക്ലച്ചിന് അതുപോലെ ചൂടാക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് കംപ്ലയിൻറ്റ് വരും. അത് മാത്രമല്ല, ഒരു വാർണിംഗ് ലൈറ്റും കാണിക്കും. ഈ കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെയൊക്കെ മുമ്പ് ഒറ്റയടിക്കാരും കംപ്ലയിൻറ്റ് വരത്തില്ല. ക്ലച്ച് ഹീറ്റ് ആവുകയാണെങ്കിൽ ഹീറ്റായി എന്നുള്ളൊരു സൂചന നമുക്ക് തരാൻ വേണ്ടി ഒരു വാർണിംഗ് ലൈറ്റും കൂടെ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് തന്നെ വാഹനം ഓടിക്കും.